നമസ്കാരം. ഏരൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ തിരുവോണ തിരുനാൾ മഹോത്സവത്തിൻ്റെ 4ാം ദിവസമാണെന്ന്. ഈ ഉത്സവം തുടങ്ങിയത് 23-ാം തീയതിയാണ്. ജനുവരി 23 മുതൽ ജനുവരി 29 വരെയാണ്. വർണ്ണശബളമായ ആഘോഷ പരിപാടികളോടെയാണ് ഇത് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. 23-ാം തീയതി തൊട്ട് തുടങ്ങിയ ഉത്സവത്തിൻ്റെ ഒരു പകുതി ഭാഗം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഇനി ഒരു 3 ദിവസത്തെ പ്രോഗ്രാമും കൂടെ നമ്മുടെ മുന്നിലുള്ളൂ. ലാസ്റ്റ് ദിവസം നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഗാനമേള ഉണ്ടാവും. അത് താമരശ്ശേരി ചുരം ബ്രദേഴ്സിൻ്റെ ഗാനമേളയാണ്. മ്യൂസിക്കൽ ബാൻഡ്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയാണ്. ഏകദേശം രാത്രി 10 മണിക്കാണ് അതിൻ്റെ പരിപാടി നമ്മുടെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. നാളെ മുതൽ സ്റ്റേജ് ഷോകൾ തുടങ്ങുകയാണ്. നാളെ കുട്ടികളുടെ നാട്യാരംഭം, കുട്ടികളുടെ അരങ്ങേറ്റമാണ്. ഒരുപാട് കുഞ്ഞു കുട്ടികൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റന്നാൾ നാടൻ പാട്ടും പടവെട്ടുമാണ്. നാടൻ പാട്ടും ദൃശ്യ ആവിഷ്കാരങ്ങളും കൂടെ കൂട്ടി ഇടകലർത്തിക്കൊണ്ട് ഇപ്റ്റ നാട്ടരങ്ങ് അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും ഉണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല, നിങ്ങൾ ഈ കാണുന്നത് പോലെ ഒരുപാട് ലൈറ്റുകൾ നമ്മുടെ കാഴ്ചക്കാർക്കായി അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്കായി ഒരുപാട് കഷ്ടപ്പെട്ട് എന്താ പറയണ്ടേ, അവരുടെ ലേഖ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് അവരുടെ ശ്രമഫലമായി രാത്രിയെന്നില്ല പകലൊന്നില്ല അവരുടെ കഴിവിൻ്റെ പരമാവധി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏകദേശം ഒരു 14 ലക്ഷം രൂപ ഞാനിവിടെ എടുത്ത് പറയാൻ കാരണം, നമ്മൾ അത്രത്തോളം നമ്മുടെ കമ്മിറ്റിക്കാരായാലും ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളായാലും എല്ലാവരും തന്നെ ഭക്തജനങ്ങളായാലും എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചാണ് ഈ ഒരു ലൈറ്റനിങ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളും കമ്മിറ്റി അംഗങ്ങളും ഓരോരുത്തരും നമ്മുടെ ഒരു സ്വന്തം കുടുംബത്തെ പോലെ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് ഇതുവരെയും ഈ ഉത്സവം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. ഇനിയും എല്ലാ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സഹകരിക്കുമെന്ന് അഭ്യർത്ഥനയോടെ നന്ദി, നമസ്കാരം. എല്ലാ സ്ഥലത്തും പോയി കണ്ടോ? എല്ലാ സ്ഥലത്തും പോയി കണ്ടു. എല്ലാ വർഷത്തിനേക്കാളും ഭംഗിയായിരിക്കുന്നു ഇപ്രാവശ്യം. അങ്ങ് പള്ളിയുടെ അവിടം വരെ പോയി കണ്ടോ? എല്ലാം കണ്ട് വളരെ ഭംഗിയായിരിക്കുന്നു. പിന്നെ ദൂരെ സ്ഥലത്ത് നിന്ന് ആൾക്കാർ ലൈറ്റ് ഒക്കെ കാണാൻ വരുന്നുണ്ട്. മോന്റെ സ്ഥലം എവിടാണ്? എന്റെ ഇവിടെ താഴെ ഹരിത ഹോട്ടൽ. ഇവിടെ ഇതിന്റെ അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ്. ഓക്കെ. ലൈറ്റ് കാണാൻ വന്ന ഒരാളോട് തന്നെ നമുക്ക് ചോദിക്കാം. ലൈറ്റും കാര്യങ്ങളും എങ്ങനെയുണ്ട്? ലൈറ്റെല്ലാം വളരെ നന്നായിട്ടുണ്ട്. നല്ല ഇവിടെ അടുത്ത് തന്നെയാണോ താമസം? അടുത്ത് തന്നെ. കുടുംബസമേതം വന്നോ? കുടുംബസമേതം ഞാൻ ഫ്രണ്ട്സുമായിട്ട് വന്നു. ഫ്രണ്ട്സുമായിട്ട് വന്ന് വളരെ ഭംഗിയായിരിക്കുന്നു. എല്ലാം പോയി കണ്ടോ? എല്ലാം കണ്ട് വളരെ നല്ല രീതിയിൽ. ക്ഷേത്രത്തിലെ ലൈറ്റ് അറേഞ്ച്മെന്റും കാര്യങ്ങളും എല്ലാം കണ്ടോ? ലൈറ്റ് അറേഞ്ച്മെന്റ് എല്ലാം കണ്ട് നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. ഞങ്ങൾ എല്ലാ കൊല്ലം ഇവിടെ വരുന്നതാണ്. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? എന്റെ സ്ഥലം പുത്തയമാണ്, അഞ്ചൽ പുത്തയം. എല്ലാ വർഷവും ഉത്സവത്തിന് എല്ലാ വർഷവും വരുന്നതാണ്. അപ്പം വളരെ മനോഹരമാണ്. എല്ലാ കൊല്ലത്തെയും കണ്ടി നല്ല മനോഹരമായിട്ടുണ്ട്, ഭംഗിയായിട്ടുണ്ട്. ഓക്കെ.
ഏരൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവം 23-ാം തീയതി തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് 4-ാം ദിവസത്തെ ഉത്സവമാണ്. ഈ 29 വരെയാണ് ഉത്സവം. രാവിലെ ക്ഷേത്ര പൂജകളും കഴിഞ്ഞാൽ അന്നദാനം കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ പൂജകളും കഴിഞ്ഞാൽ ഇനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27-ാം തീയതി മുതൽ 27 മുതൽ സ്റ്റേജ് പരിപാടി. 27-ാം തീയതി 28, 29 3 ദിവസം സ്റ്റേജ് പരിപാടികളും ഉണ്ട്. ലൈറ്റിംഗ് ദീപക്കാഴ്ചയാണ് ഏറ്റവും വലിയ ആഘോഷമായിട്ട്. ദീപക്കാഴ്ചയാണ് ഏറ്റവും വലിയ നമ്മുടെ ആഘോഷം. 10 ലക്ഷം രൂപയപ്പുറത്തുള്ള ദീപക്കാഴ്ചയാണ്. ാം തീയതി മുതലാണ് ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം നടത്തുക ഉദ്ദേശിച്ചിരിക്കുന്നത്. 27-ാം തീയതി കുട്ടികളുടെ ഡാൻസ് പരിപാടിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 28-ാം തീയതി ഇപ്റ്റ കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന സ്റ്റേജ് ഷോ. 29-ാം തീയതി താമരശ്ശേരി ചുരം ബാൻഡ് അവതരിപ്പിക്കുന്ന പരിപാടി. മെഗാ ഷോ. ഇത്രയാണ് നമ്മൾ ഘോഷയാത്ര. 29-ാം തീയതി വൈകിട്ട് 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് ആലുംമൂട്ട് വാതകളിൽ നിന്ന് തുടങ്ങി ഇവിടെ നേരെ കരിമ്പങ്കോണം ദേവീക്ഷേത്രം, തിരിച്ച് ഗുരുമന്ദിരം വഴിയാണ് പോകുന്നത്. തിരിച്ച് വന്ന് ആലഞ്ചേരി രാധാമാധവ ക്ഷേത്രം വരെ തിരിച്ച് എരൂർ എത്തിച്ചേരും. 10 മണി മുതലാണ് സ്റ്റേജ് പരിപാടി. അന്നദാനം ഇനി എത്ര ദിവസം കൂടെ ഉണ്ട്? എല്ലാ ദിവസവും 7 ദിവസം 7 ദിവസം ഉണ്ട്. ഉത്സവം തീരുന്ന ദിവസം വരെ 29-ാം തീയതി വരെ ഉണ്ട്. വരും വർഷങ്ങളിലും എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അടുത്ത വർഷം ഇതിലും ഭംഗിയായി നടത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന്. ആദ്യം ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. അതിനുപരി കമ്മിറ്റി അംഗങ്ങൾ, ഈ എല്ലാ മേഖലയിൽ നിന്നുള്ള തൊഴിലാളികൾ, സുഹൃത്തുക്കൾ, നിശ്ചയമായ സഹകരണം ഇനിയും ഉദ്ദേശിച്ചുകൊണ്ട് അടുത്ത വർഷം ഏത് മേഖലയിലായാലും അതേപോലെ തന്നെ ഞങ്ങളുടെ പ്രചോദനം ആയ ലേഖ സൗണ്ട്സ്, അവരെ ലൈറ്റ് ആൻഡ് സൗണ്ട് നല്ല രീതിയിൽ ഞങ്ങൾക്ക് വെളിച്ചവും മാത്രമല്ല നല്ല രീതിയിൽ ലൈറ്റ് ആൻഡ് അറേഞ്ച്മെൻറ്റ് ചെയ്തു തന്ന ഈ ലേഖ സൗണ്ട്സിനും ഈ നാട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഈ ഉത്സവ കമ്മിറ്റിയുടെ പേരിൽ നന്ദി.